ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഇന്ത്യ അതിർത്തി കടന്ന് വലിയൊരു ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. മ്യാൻമറിലെ ചില പ്രദേശങ്ങളാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ ഉൾഫ റീജിയൻസിലാണ് ഇത് നടത്തിയത് എന്നുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത്. ദേശീയ മാധ്യമങ്ങളടക്കം അത് പുറത്തുവിട്ടിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മളിങ്ങനെ വാർത്തകൾ പറയുമ്പോൾ അതിന്റെ സോഴ്സ് കൂടെ അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകന് ഒരിക്കലും അവരുടെ സോഴ്സ് വെളിപ്പെടുത്താറില്ല എന്ന് പണ്ട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് ഇവരോട് പറയാനായിട്ടുള്ളൂ. നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ ആ വാർത്ത കിട്ടും. അത് വന്നിട്ടുണ്ട്. അത് വലിയ ആനക്കാര്യമൊന്നുമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ കൂടുതലും ഈ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്ത ആൾക്കാരായതുകൊണ്ടാണ് അവർ സോഴ്സ് ചോദിക്കുന്നത്. എന്താണ് ഇതിന്റെ സോഴ്സ്? നമ്മളിത് ഏഷ്യാനെറ്റിൽ കണ്ടില്ലല്ലോ, മനോരമയിൽ കണ്ടില്ലല്ലോ, മാതൃഭൂമിയിൽ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കൂ, കൂടുതലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ എന്തായാലും അതിനുശേഷം വന്നൊരു റിപ്പോർട്ട്, ഈ മണിപ്പൂരിലെ ചന്ദേർ ജില്ലയിൽ മ്യാൻമർ ആസ്ഥാനമായുള്ള ഒരു സായുധ സംഘടനയിലെ 2 കേഡറുകളെ അസം റൈഫിൾസ് അറസ്റ്റ് ചെയ്തതായിട്ട് റിപ്പോർട്ടുണ്ട്. അർദ്ധ സൈനിക സേനയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവരങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മണിപ്പൂരിലേക്ക് നുഴഞ്ഞു കയറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ മണിപ്പൂരിലേക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഇവർ നുഴഞ്ഞു കയറുമ്പോൾ പഴയ ഒരു സാഹചര്യം ഇപ്പൊ മണിപ്പൂരിലില്ല. മണിപ്പൂരിൽ ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രം. അവിടെ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ കലാപത്തിന് അവർ ആസൂത്രണം ചെയ്തിരുന്നു. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. 120 ഈ ബോംബ് സ്ഫോടനങ്ങൾ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം നിർവീര്യമാക്കിയപ്പോൾ പോലും നമ്മൾ അറിയുന്നില്ല. അതേസമയം ഒരു ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ എല്ലാം കൂടെ എടുത്ത് മോദിയുടെ തലയിൽ വെച്ചിട്ട് മുണ്ടൂരി തലയിൽ കെട്ടി ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങിയാണ് മാധ്യമങ്ങളെല്ലാം കൂടെ. അതിന് അവർ വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നു. അതാണ് ഇത് നിരന്തരമായിട്ട് നമ്മുടെ എല്ലാ വാർത്തകളും ഒന്ന് സൂചിപ്പിച്ചു പോകുന്നത്. അപ്പൊ ഈ വടക്ക് കിഴക്കൻ മേഖലയിലും ഈ കലാപത്തിനുള്ള വൻ ശ്രമം അവിടെ നടന്നു. ഇതിനു ശേഷം അതിനെ അസം റൈഫിൾസ് അടിച്ചമർത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇവരുടെ വിമത ശൃംഖലകൾ മുഴുവൻ അസം റൈഫിൾസ് തകർത്ത് തരിപ്പണമാക്കി. റൂട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. അത് കോൺഗ്രസ് സർക്കാരിനൊന്നും ജന്മം ചെയ്താൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതിനെല്ലാം അടിച്ചമർത്തി ഇവരുടെ നേതാക്കൾ ഇപ്പോൾ മുഴുവനായി ഒളിവിലേക്ക് പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. അതായത് കിട്ടിക്കഴിഞ്ഞാൽ തട്ടിക്കളയും, അല്ലാതെ നമുക്ക് ചോദ്യം പറച്ചിലൊന്നുമില്ല. അപ്പൊ അമിത്ഷാ നക്സലുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇവരുമായിട്ട് സമവായത്തിനൊന്നും നമ്മൾ നിൽക്കേണ്ട. കീഴടങ്ങുകയാണെങ്കിൽ കീഴടങ്ങിക്കോട്ടെ. കാരണം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ചോ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കീഴടങ്ങുകയാണെങ്കിൽ ഇവർ നിയമപരമായിട്ട് ഇവർ വരട്ടെ എന്നുള്ള റിപ്പോർട്ടാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ട വിമത ഗ്രൂപ്പായിട്ടുള്ള ഉൾഫ ഐ NSCN-K-YI നടത്തിയ ആവർത്തിച്ചുള്ള ശ്രമം, അവിടെ കലാപത്തിന് ശ്രമങ്ങൾ നടത്തി എന്നുള്ള റിപ്പോർട്ട്, അത് തകർത്തു. അവിടെ കലാപം നടന്നിരുന്നെങ്കിൽ നമുക്കതൊരു വലിയ കണ്ടന്റ് ആയേനെ. പക്ഷെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അവിടെ കലാപം തകർത്തതാണ്. അതാണ് നമ്മുടെ വാർത്ത എന്ന് പറയുന്നത്. എന്ത് തോന്നുന്നു ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കലാപം നടത്താനായിട്ട്? ഇപ്പോ നമ്മുടെ RSSന്റെ വത്സൻ തില്ലങ്കേരി പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ട് കണ്ണൂർ എന്ന് പറയുന്നത് CPM-ന്റെ വലിയ സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു. ഇപ്പോ അവർ വിചാരിച്ചാൽ പോലും അവിടെ കലാപം നടത്താൻ സാധിക്കില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയി അവിടെ RSS മാറിക്കഴിഞ്ഞു. അതുപോലെയാണ് ഇപ്പൊ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കേന്ദ്രം അവിടെ വലിയ പിടിയാണ് മുറുക്കിയിരിക്കുന്നത്. ഇവർ വിചാരിച്ചാൽ പോലും ഇവർക്ക് കലാപം നടത്താൻ പറ്റാത്ത സാഹചര്യം. എന്ത് തോന്നുന്നു? അതും തന്നെ നമ്മുടെ സോഴ്സ് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ പതിവായിട്ട് ഞങ്ങളുടെ മറ്റു ചാനലായ ന്യൂസ് ഇന്ത്യ മലയാളം കാണുക. അതിൽ എല്ലാ ദിവസവും വാർത്ത അപ്ഡേറ്റ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണത്. കാരണം ഇത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഡിബേറ്റ് ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കണം. മറ്റേതൊന്നും അങ്ങനെയല്ല. ഓരോ മൂവ്മെന്റിലും അതിന് എന്തൊക്കെയാണ് ഡെവലപ്മെന്റ്സ് അത് കാണുക കുറഞ്ഞ പക്ഷം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനം കുറച്ച് നാൾക്ക് മുമ്പ് ഇത് ചേർത്ത് വായിക്കപ്പെടേണ്ട, ഞാൻ എപ്പോഴും കേന്ദ്ര സർക്കാരിനെ ഒരു എന്താ പറയുന്നത്, ജെയിംസ് ബോണ്ട് സിനിമകളിലെയൊക്കെ ഒരു താരങ്ങളായിട്ടാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുറച്ചു നാളുകൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 6-7 മാസം മുമ്പ്, ആസാം റൈഫിൾസിന്റെ വലിയ ബറ്റാലിയൻസിനെ, കുറച്ചധികം ബറ്റാലിയൻസിനെ കാശ്മീരിലേക്ക് വിട്ടു. അപ്പോ കാശ്മീർ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിട്ടത്. അതിനോടനുബന്ധിച്ച് തന്നെ അന്ന് ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തൊരു വാർത്ത ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട്. അത് ചെങ്കുത്തായ മലനിരകൾ, ആ മലനിരകളിലും അതിൻ്റെ ഇടയിലുള്ള ഗുഹകളിലും മറ്റുമൊക്കെ ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി എക്സ്പീരിയൻസ്, കാരണം ഈ കാശ്മീർ മേഖലയിൽ ഈ ഭീകരന്മാർ നിബിഡ വനങ്ങളിലും ഒപ്പം തന്നെ ചെങ്കുത്തായ ഗുഹകളിലും മറ്റുമൊക്കെ ഒളിച്ചിരുന്നിട്ടാണ്. അപ്പൊ അവരെ ഇത് അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടായിരുന്നു ഇവരെ വിട്ടത്. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു ആസാം റൈഫിൾസിന് മറ്റൊരു ട്രെയിനിങ് ആയിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മ്യാൻമാറിന്റെ അതിർത്തിയിൽ കാശ്മീരിന് സമാനമായ രീതിയിൽ ഇടതൂർന്ന വനവും ചെങ്കുത്തായ മലനിരകളും അതിനിടയിലുള്ള ആ ഗുഹകളിലാണ് ഈ പോയിട്ട് ഇവന്മാരെയൊക്കെ തീർത്ത് കളഞ്ഞത് ഇന്ത്യൻ സേന.
അപ്പോൾ എനിക്ക് തോന്നുന്ന ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം കണക്ഷനാണ്. അപ്പോൾ ഒരു 6-7 മാസം മുമ്പ് വിട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് തോന്നുമ്പോൾ ആ വാർത്ത നമുക്ക് തോന്നും ഇവര് ശരിയാണല്ലോ, കാശ്മീരിൽ പ്രശ്നങ്ങളൊക്കെയാണ്, അപ്പം ഇവർക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെയുള്ള മേഖല വർക്ക് ചെയ്ത് അവിടെ തീർക്കാൻ പോയതാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് സെയിം കാശ്മീരിന് സെയിം ആയിട്ടുള്ള മലനിരകളാണ് ഈ അരുണാചൽ പ്രദേശിന്റെ ബോർഡറിൽ ഈ മ്യാൻമാറിലുള്ളത്. അവിടെ പോയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണം നടത്തി. നമ്മളെടുത്ത വാർത്തയാണ്. ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ്, അതാണ് ഞാൻ പറയുന്നത്, ഇനി എങ്ങനെയാണ് ഇനി ഓരോ സംസ്ഥാനങ്ങൾ തീർത്ത് ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളുടെ വാർത്തയിൽ അതൊരു ഒറ്റ ദിവസവും 2014 മുമ്പ് ഇല്ലായിരുന്നു നമ്മുടെ മാധ്യമങ്ങളിൽ. എന്നും പ്രശ്നം, മിസോറാമിൽ പ്രശ്നം, സിക്കിമിൽ പ്രശ്നം, ആസാമിൽ പ്രശ്നം, നാഗാലാൻഡിൽ, മണിപ്പൂരിൽ, ത്രിപുരയിലും ഇതിന്റെ ഭാഗമാണല്ലോ, ത്രിപുരയിൽ പ്രശ്നം, ഇതിലെല്ലാം പ്രശ്നമാണ്. പ്രശ്നമില്ലാത്തൊരു സ്ഥലം വെസ്റ്റ് ബംഗാളാണ്. കാരണം മറ്റേ CPM ഈ അഴിമതിക്കാരുമാരെല്ലാം അവിടെ കയറി ഭരിക്കുന്നുണ്ട് അന്ന്. അപ്പൊ ഇങ്ങനെ ഉള്ള അവന്മാരാണ് അവിടെ പ്രശ്നം, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല് 1972 നമ്മുടെ ബംഗ്ലാദേശ് വിഭജനത്തിനൊക്കെ ശേഷം 1972 വെസ്റ്റ് ബംഗാളിന്റെ പുനർക്രമീകരണം നടന്നു, അതിർത്തികളൊക്കെ. അപ്പോൾ ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ, അപ്പൊ അതുവരെ ഇതൊരു ബംഗാൾ പ്രവിശ്യകളായിരുന്നു, ഇതിനകത്ത് പല സംസ്ഥാനങ്ങളും. അപ്പൊ പ്രത്യേകിച്ച് ആസാമും ഒക്കെ. അപ്പൊ ഈ പുനർക്രമീകരണം നടന്നു കഴിഞ്ഞാൽ അതാണ് ഈ ബംഗാളികൾ ഒരുപാട് ആസാമിലുണ്ടല്ലോ, അവരെ കൂടെ പുറത്താക്കണം എന്നാണ് ഇപ്പൊ ആസാമികൾ പറയുന്നത്. അത് ഇങ്ങനെ വന്നതാണ് 72. അപ്പോൾ ഇത് പുനർക്രമീകരണം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതിൽ പല സംസ്ഥാനങ്ങളുടെയും അതിരുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി. ഇനി ഏറ്റവും വലിയ അതിർത്തി തർക്കമുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അസാമിന് മേഘാലയമായിട്ട് അതിർത്തി തർക്കമുണ്ട്, അസാമും മിസോറാമായിട്ട് അതിർത്തി തർക്കമുണ്ട്, അസം നാഗാലാൻഡ്, ഇനി അസം അരുണാചൽ പ്രദേശ്. ഏതാണ്ട് ഒരു 4 സംസ്ഥാനങ്ങളുമായിട്ട് ഈ അസമിന് തന്നെ അതിർത്തി തർക്കമുണ്ട്. ഈ അതിർത്തി ഇനി മറ്റു സംസ്ഥാനങ്ങളുടെ ഞാൻ പറയാം, മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശും ചൈനയും തമ്മിൽ അത് ഇന്റർനാഷണൽ അതിർത്തിയാണ്. മണിപ്പൂരും മ്യാൻമാറും തമ്മിൽ അത് ഇന്റർനാഷണൽ ബോർഡറാണ്. അപ്പൊ എല്ലാവർക്കും അതിർത്തി തർക്കമുണ്ട്. ഈ അതിർത്തി തർക്കം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കേരളവും തമിഴ്നാടും പോലുള്ള അതിർത്തി തർക്കമായിട്ട് കാണരുത്. കാരണം ഈ അതിർത്തിയിൽ ഈ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വെടിവെപ്പും സംഘർഷമൊക്കെ ഉണ്ടായി. ആരും കൊല്ലപ്പെട്ടൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഈ ബോർഡർ സൈഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകും. അപ്പൊ പോകുമ്പോ ഈ ചെക്ക് പോസ്റ്റുകളും ഓഫീസർമാരും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മേഘാലയയിലെ ആ ബോർഡറിൽ നിന്ന് കുറെ പേര് കച്ചവടം ചെയ്യുന്നു. സ്വാഭാവികമായി അസാമിന്റെ അവിടെ നിന്നുള്ള ഹെൽത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ഇവരുടെ അത് കാണിക്കും, ഇത് കാണിക്കും, നിങ്ങളുടെ കാർഡ് എടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായി ഇവിടെ തിളയ്ക്കും. മേഘാലയയിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പൊ ഇവിടുന്ന് ആൾക്കാര് വഴിതെറ്റി, അതായത് ബോർഡറാണെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ ബോർഡറിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല ഇവിടെ. ആ ബോർഡർ എന്ന രീതിയിൽ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടുന്ന് അവർ വെടിവെക്കുന്നു, ഇല്ലെങ്കിൽ അവർ പിടിച്ചകത്തിടുന്നു. ഉടനെ ഇവിടെ മേഘാലയ സർക്കാർ തന്നെ വലിയ വിഷയം. കാരണം ഇതൊരു വൈകാരികമായി വളരെ സെൻസിറ്റീവായ സംസ്ഥാനങ്ങളാണ് ഇതെല്ലാം. ഇവരെല്ലാം പല പല ഗോത്രങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് അത് പ്രശ്നമാണ്. ഇതാണ് അവിടുത്തെ ഒരു കലാപത്തിന്റെ കാരണം. മറ്റൊന്ന്, അവിടെ സ്വതന്ത്ര സംസ്ഥാനം വേണമെന്ന് പറയുന്നവരും ഈ സംസ്ഥാനത്തിനകത്ത് തന്നെ ഓരോ പ്രവിശ്യയും സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും, അങ്ങനെ സംഘടനകളുടെ കാര്യം നോക്കിയാൽ ബഹുരസമാണ്. ഇനി നമുക്ക് ഈ സംഘടനകളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം പ്രേക്ഷകരുടെ അറിവിന് വേണ്ടിയിട്ട്. ഇനി മണിപ്പൂര് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ആദ്യം നമുക്ക് എടുക്കാം. മണിപ്പൂരിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി, പീപ്പിൾസ് റവല്യൂഷണറി പാർട്ടി ഓഫ് മണിപ്പൂർ എന്ന് പറഞ്ഞൊരു സംഘടന 1977 സ്ഥാപിച്ച സംഘടനയാണ്. ഈ സംഘടനയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. അവരിപ്പോ ഇല്ല, അവര് മുഖ്യധാരയിലേക്ക് വന്നു. അന്ന് ഇവിടെ നമ്മുടെ മലയാള മാധ്യമം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മലയാള മാധ്യമങ്ങളൊക്കെ ആയിരുന്നു വിഘടനവാദികളുടെ പിന്തുണ BJP വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞാൽ അവര് NPP ഒക്കെ പിണങ്ങിപ്പോയ സമയത്ത്, ഇവരുടെ ഈ BJPയുടെ ഘടകകക്ഷികളൊക്കെ പിണങ്ങിപ്പോയ സമയത്ത് ഇവന്മാരാണ് പിന്നെ വന്നത് പിന്തുണയുമായിട്ട്. അപ്പം അന്ന് ഇവിടെ നമ്മുടെ ചില മാധ്യമങ്ങൾ പറഞ്ഞത് ഇവന്മാർ തോക്കുമായിട്ട് ഓരോ വീട്ടിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെയാണ്. സത്യത്തിൽ അവന്മാർ മുഖ്യധാരയിലേക്ക് വന്നു. അവന്മാർ പണിയൊക്കെ നിർത്തി, അവരുടെ പഴയ ഗുണ്ടാപ്പണിയും ഇല്ലെങ്കിൽ വിഘടനവാദം ഒക്കെ നിർത്തി അവർ മുഖ്യധാരയിലേക്ക് വന്നു. പീപ്പിൾസ് റവല്യൂഷണറി പാർട്ടി ഓഫ് മണിപ്പൂർ ഇന്നത് BJPയുടെ ആ ഒരു സഖ്യകക്ഷിയുടെ ഭാഗമാണ്. രണ്ടാമതുള്ളത് മേത്തി സംഘടനയാണ്. KYKL എന്നാണ് ആ സംഘടനയുടെ പേര്. മേത്തി ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. കുക്കി നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന കുക്കി സംഘടനകൾക്ക് വേണ്ടി നിലകൊള്ളും. ഇവർക്കിടയിൽ അനവധി മറ്റു സംഘടനകളുണ്ട്, അനുബന്ധ സംഘടനകൾ. അവന്മാരാണ് ഈ പ്രശ്നം. മറ്റേത് രണ്ടും പ്രധാനപ്പെട്ട സാമുദായിക കാര്യങ്ങൾ പറയാം. അപ്പൊ ഇവര് പ്രക്ഷോഭവുമായിട്ട് ഇറങ്ങും, മറ്റവന്മാര് അകത്ത് നിന്നിട്ട് കല്ലെറിയുകയും വെടിവെക്കുകയും ഒക്കെ ചെയ്യും. ഇതാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പൊ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയോടുകൂടി പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി, പൊക്കിക്കൊണ്ടു പോകും, പ്രശ്നങ്ങളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രശ്നം തീർന്നു. ഇനി അസാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 1979 രൂപീകരിച്ച ഉൾഫയായിരുന്നു ഏറ്റവും വലിയ സംഘടന. കഴിഞ്ഞ ദിവസത്തെ ചർച്ച നമ്മൾ പറഞ്ഞു. ഈ ഉൾഫ 2023 കേന്ദ്ര സർക്കാരുമായി കരാർ ഒപ്പിടുകയും മുഖ്യധാരയിലേക്ക് എത്തുകയും ചെയ്തു. അവര് ആയുധങ്ങൾ വെച്ചു, ഇനി അക്രമത്തിലേക്ക് ഇല്ല എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഈ അസമിൽ തന്നെ ഇവരുടെ ഒരു വിഭാഗമാണ് പിരിഞ്ഞുപോയത്. അതായത് ഉൾഫയുടെ ഇൻഡിപെൻഡന്റ്
അവരാണ് കഴിഞ്ഞ ദിവസം എന്താണ് മ്യാൻമാറിൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നതിനകത്ത് ഒരു ഭീകര സംഘടന, അത് ഒരു ഭീകര സംഘടന നടത്തിയ ആക്രമണമായിരുന്നില്ല, 3 ഭീകര സംഘടന നടത്തിയ ആക്രമണമായിരുന്നു. അതിനകത്ത് ഇവന്മാരും ഉണ്ട്, അതായത് ഉൾഫയിൽ നിന്ന് പിരിഞ്ഞു പോയവരും. ആ പിരിഞ്ഞുപോയ സംഘടനയെ നമ്മുടെ രാജ്യം നിരോധിച്ചിരിക്കുന്ന സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് ഒക്കെ നിരോധിച്ച സംഘടനയാണ് ഉൾഫ ഐ എന്ന് പറയുന്നത്. ഇനി അവിടെയുള്ള മറ്റൊരു സംഘടനയാണ് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ്. ബോഡോലാൻഡ് വേണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവർ, അവരുമായിട്ട് ഇപ്പൊ കേന്ദ്ര സർക്കാർ ചർച്ചയിലാണ്. അവരിപ്പോ പ്രശ്നത്തിനൊന്നും നിലവിലില്ല. പിന്നെ ഉള്ളത് KLO എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവിടെ, KLO. അവര് കമത്തൂർ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ സ്വതന്ത്രമാക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രക്ഷോഭം നടത്തി വന്നവർ. ഇതൊക്കെ പണ്ട് തൊട്ടേ നടത്തി വന്നവരാ, മോദി കയറിയിട്ടല്ല, പണ്ട് തൊട്ടേ നടത്തി. ഇപ്പൊ അവന്മാരില്ല, വലിയ ആക്റ്റീവ് അല്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് പിടിച്ചിരുന്നു, 2023-24 ഇവര് കള്ളക്കടത്ത് നടത്തിയതിന് ഇവരെ പിടിച്ചിരുന്നു. ഇപ്പൊ കള്ളക്കടത്തും മോഷണവും ഒക്കെ ആയിട്ട് ഇവര് ഒതുങ്ങി, അങ്ങനെ അങ്ങ് പോയി, ആ സംഘടന അത് തീർന്നു. ഇനി അടുത്തത് നാഗാലാൻഡിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഈ അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ സംഘടനയുടെ ഒരു ഭാഗമുള്ളത്. അവരുടെ പേരാണ് NSCN-IM എന്നാണ് ആ സംഘടനയുടെ പേര്, NSCN-IM. അവർക്ക് സ്വതന്ത്ര നാഗാലാൻഡ് വേണം. ഇനി ഇവരുടെ തന്നെ മറ്റൊരു സംഘടനയുണ്ട്, അതായത് NSCN-K, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഘടനയില്ലേ, NSCN-K, അരുണാചൽ പ്രദേശിലുള്ളത്. അവർക്ക് വേണ്ടത് കൽപ്പാങ്ക് വിഭാഗമാണ്. അവർക്ക് വേണ്ടത് ഈ ആ ഒരു പ്രദേശത്തെ കൽപ്പാങ്ക് വിഭാഗത്തെ സ്വതന്ത്രമാക്കണം എന്നുള്ളതാണ് വിഭാഗം. അപ്പൊ നിലവില് ഈ പറയുന്ന NSCN-K എന്ന് പറയുന്ന സംഘടനയാണ് ഈ അരുണാചൽ പ്രദേശിലെ ഇപ്പോഴത്തെ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന വിഘടനവാദ സംഘടന. ഇവരും ഉൾഫ ഐ, അതായത് ഉൾഫയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ഭാഗവും കൂടെ ചേർന്ന് അവരിപ്പോൾ അരുണാചൽ പ്രദേശിലല്ല, അരുണാചൽ പ്രദേശിന്റെ അപ്പുറത്ത് മ്യാൻമാറിന്റെ ബോർഡറിൽ, അതായത് അസാമിന്റെ ബോർഡറിൽ ഇപ്പൊ പണി നടക്കില്ല, മണിപ്പൂരിന്റെ ബോർഡറിൽ ഇപ്പൊ പണി നടക്കില്ല. അപ്പൊ നേരെ ഇവർ പോയി അരുണാചൽ പ്രദേശിന്റെ ബോർഡറിൽ ഇന്ന് ഇവിടെ വനങ്ങളിലാണ് ഇവരിപ്പോ തമ്പടിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സൈന്യം കഴിഞ്ഞ ദിവസം അറ്റാക്ക് നടത്തിയത്. ഇനി അടുത്ത സംസ്ഥാനം മിസോറാം ആണ്. അവിടെയുള്ള സംഘടനയുടെ പേര് BNLF, HPCD, HNA, മിസോറാം നാഷണൽ ഫ്രണ്ട്. ഏതായാലും ഇവരും ഏതാണ്ട് നിഷ്ക്രിയമാണ്. അവിടെ ഇപ്പൊ നിലവിൽ വിഷയങ്ങളൊന്നുമില്ല ഇവർക്കിപ്പം. പക്ഷെ അതിർത്തി പ്രശ്നമുണ്ട്, അസാമുമായിട്ടുള്ള അതിർത്തി പ്രശ്നം പുകഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അത് അമിത്ഷാ ഇടപെട്ടിട്ട് കുറച്ച് വിഷയങ്ങൾ തീർത്ത് ഇപ്പൊ കല്ലിട്ടിട്ടുണ്ട് അവിടെ. ഈ അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, കലുങ്കുകൾ, സർവേ കല്ല്. അത് വലിയ ചെറിയ കല്ലല്ല, വലിയ ജണ്ട എന്ന് പറയുന്ന വലിയ കല്ലുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ജണ്ട കൊടി എന്നും കൂടെ അർത്ഥമുണ്ട് കേട്ടോ. പിന്നെ സിക്കിം, മുമ്പ് പ്രക്ഷുബ്ധമായിരുന്ന കലാപം മേഖലയായിരുന്ന സിക്കിം ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിലാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ അരുണാചൽ പ്രദേശിലുള്ള NSCN-IM-ഉം NSCN-K, അതാണ് അവന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നകാരികൾ. NLCT താനി സംഘമാണ്, അത് താനി ആർമി എന്ന് പറഞ്ഞിട്ടൊരു സംഘമുണ്ട് അവിടെ, അതായത് ആ മേഖല സ്വതന്ത്രമാക്കണം എന്നുള്ള സംഘടനയുണ്ട്. അപ്പം ഇവരൊക്കെയാണ് അവിടുത്തെ മെയിൻ പ്രശ്നകാരികൾ. അപ്പം ഈ നിലവിൽ മണിപ്പൂരുള്ള മെയിൻ കില്ലാടികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കൊണ്ട് വോട്ടും പിടിച്ച് അവരൊക്കെ ഇപ്പൊ മുഖ്യധാരത്തിലേക്ക് എത്തി, മന്യന്മാരായിട്ട് അവിടെ നിൽക്കുന്നു. 3-4 MLA-മാരൊക്കെ ഉണ്ട് ഇപ്പം, സ്വതന്ത്രന്മാരായിട്ട് ഇങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ആ സിക്കിം പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാഗാലാൻഡിലും വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഈ അരുണാചൽ പ്രദേശിന്റെ ബോർഡറിൽ കിടക്കുന്നവരും ഈ ഉൾഫയിൽ തെറ്റിപ്പിരിഞ്ഞു പോയവരുമാണ് ഇപ്പോൾ അവിടെ കലാപത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂര് ഇപ്പൊ മറ്റേ രാഷ്ട്രപതി ഭരണം കൂടെ വന്നപ്പോൾ അത് ഒതുങ്ങി. ഇതിനെ എങ്ങനെയാണ് മോദി സർക്കാർ ആദ്യം നേരിട്ടതെന്ന് നോക്കാം. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴേക്കും അവിടെ ഇതേപോലെയുള്ള പ്രശ്നം, കാരണം അവർക്ക് നന്നായിരുന്നു, BJPക്കാർക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. അവർക്കറിയാം ആദ്യം തീർക്കേണ്ട പ്രശ്നം വടക്കിഴക്കാണ്. 2015 അവരൊരു സിസ്റ്റം കൊണ്ടുവന്നു, മിഷൻ ഓർഗാനിക് വാല്യൂ ചെയിൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വമ്പൻ പദ്ധതി അവിടെ കൊണ്ടുവന്നു. അവിടെയാണ് ധനുഷ് എപ്പോഴും പറയാറില്ല, ഈ അമിത്ഷാ പോയിട്ട് റബ്ബർ പ്ലാന്റേഷൻ തുടങ്ങിയെന്ന് വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ. അതായത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു വമ്പൻ പ്രോജക്ട്. കാരണം ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിൽ, അതുപോലെ തേയില ഉൽപാദനത്തിൽ 1ാം സ്ഥാനമാണ് ഇന്ത്യയിൽ ഈ അസം. ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ വലിയ രീതിയിൽ തന്നെ എന്താ പറയുന്ന പ്രൊഡക്ഷൻ ഉള്ളതാണ്, പ്രൊഡക്ടിവിറ്റി ഒരുപാടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അവിടെ ഇപ്പൊ റബ്ബർ പ്ലാന്റേഷൻ ഒക്കെ വലിയ രീതിയിൽ തന്നെ നടക്കുന്നു. അപ്പം അവിടെ ഈ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വലിയ സഹായങ്ങളാണ് നൽകിയത്. രണ്ടാമത് 2017 നോർത്ത് ഈസ്റ്റ് സോഷ്യൽ നെഫ്രോസെക്ടർ ഡെവലപ്മെന്റ് സ്കീമിൻ പ്രകാരം ഒരു 3417 കോടി രൂപയ്ക്ക് 90 പ്രൊജക്റ്റ് ചെയ്തു. ഇത് രണ്ടും പ്രഖ്യാപിച്ച് അതിന്റെ വർക്ക് തുടങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ കുടിവെള്ളം എത്തിച്ചു, റോഡ് എത്തിച്ചു, വൈദ്യുതി എത്തിച്ചു. കാരണം ഈ കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട്, ഈ ഫ്രൂട്ട്സും മറ്റുമൊക്കെ ഉണ്ട്, ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും മറ്റുമൊക്കെ ഈ മിസോറാം മണിപ്പൂർ മേഖലയിലൊക്കെ ഉണ്ട്. അപ്പം ഇത് വളരെ വേഗത്തിൽ എത്തിക്കണമെങ്കിൽ റോഡ് വേണം. ആ റോഡിന്റെ പണി വളരെ വേഗം പൂർത്തിയായി. ഇപ്പൊ അത് അവസാന ഘട്ടത്തിലാണ്, ചില സംസ്ഥാനങ്ങളുടെയൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു.
റോഡ് പണി തീർത്തു, കുടിവെള്ളം എത്തിച്ചു, വൈദ്യുതി എത്തിച്ചു. അപ്പം കൃഷി ചെയ്യുന്നവന് കൃഷിക്ക് വേണ്ടി പണം കൊടുത്ത് കൃഷിയെ ഡെവലപ്പ് ചെയ്ത് അതിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി, അത് വലിയ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഉൽപ്പന്നങ്ങൾ, ആ കൃഷി ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ അടിപൊളി റോഡായി, കാര്യങ്ങളായി. അതായത് ഇപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം, ഇതിന് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ കഴിയും? പഴയതുപോലെ ഇവർക്ക് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ മോദി പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ രത്നങ്ങളാണ്, രത്ന കിരീടങ്ങളാണ് ശരിക്കും. അത് ഒരുപാട് മിനറൽസ് ഉണ്ട്, ഒരുപാട് ഈ പറയുന്ന ധാതുക്കളുണ്ട്, മറ്റുള്ള ഈ പറയുന്ന ഫ്രൂട്ട്സ്, കൃഷി എല്ലാം ഉണ്ട്. അപ്പൊ ഇവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേറെ വിപണിയില്ലായിരുന്നു. ഈ വിപണി അല്ലാതെ വേറെ വിപണിയില്ല ഇവർക്ക്. പിന്നെ ഇവർക്കുള്ളൊരു കോറിഡോർ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ വഴി, ആസാം വഴി വെസ്റ്റ് ബംഗാളിലേക്ക് പോവുക, ഇല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോറിഡോർ മാത്രമായിരുന്നു. അവിടെ വലിയ സാധ്യതകളുമില്ല. ഇപ്പോൾ എന്താണ് ഇന്ത്യ ചെയ്തത്? മ്യാൻമാറിൽ പോയിട്ട് മ്യാൻമാറിന്റെ കിറ്റ്സെ എന്ന് പറയുന്ന ഒരു തുറമുഖം, ആ കിറ്റ്സ്വേ എന്ന് പറയുന്ന തുറമുഖം നമ്മൾ എടുത്തു, അതിന്റെ പണി പൂർത്തിയാക്കുക. അല്ല, കുങ്ഫ്യൂ ചൈനയുടെയാണ്, നമ്മുടെ കുങ്ഫ്യൂ ചൈനയുടെയാണ്, ഈ സിറ്റ്വേ തുറമുഖമാണ്. അപ്പൊ ഈ ഇങ്ങോട്ടേക്ക് വലിയ പാതയും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി വടക്കിഴക്ക് സംസ്ഥാനത്തുള്ളവർക്ക് ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ ഡൽഹിയോ മഹാരാഷ്ട്രയോ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് അത്രയും ഒരു ലോങ് ഇത് പോകേണ്ട കാര്യമില്ല. അവർക്ക് നേരെ ഈ തുറമുഖം വഴി ബംഗാൾ ഉൾക്കടൽ വഴി ഇവർക്ക് എത്തിക്കേണ്ട രാജ്യങ്ങളിലൊക്കെ ഇവർക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ ഒരു കണക്ടിവിറ്റി സാധ്യമായി എന്നുള്ളതാണ് മറ്റൊന്ന്. രണ്ടാമത് മറ്റൊരു വലിയ വിപ്ലവം എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് എല്ലായിടത്തും സ്ട്രോങ് ആക്കി, കണക്ടിവിറ്റി കിട്ടി. അപ്പം എല്ലാ മുക്കിലും മൂലയിലും ഇത് കിട്ടാൻ തുടങ്ങി. മറ്റൊന്ന് റെയിൽവേ. കാരണം ഈ ചരക്ക് ഗതാഗതത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റെയിൽവേയാണ്. ഈ ട്രെയിൻ വരുന്നതെന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ധാരണ യാത്രയ്ക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ചരക്ക് ഗതാഗതം തന്നെയാണ്. അപ്പം ഇവിടെ നിന്നുള്ള ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള, മണിപ്പൂരിൽ ട്രെയിൻ എത്തിയിരിക്കുന്നു, മിസോറാമിൽ ട്രെയിൻ എത്തിയിരിക്കുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അവിടെ ട്രെയിൻ എത്തുന്ന ഒരു കാഴ്ച എത്തിയിരിക്കുന്നു. അപ്പം കണക്ടിവിറ്റി കൊണ്ടുവന്ന്, വൈദ്യുതി കൊണ്ടുവന്ന്, അതായത് അവിടുത്തെ ജനങ്ങള് പതുക്കെ പതുക്കെ ഡെവലപ്പ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഏതാണ്ടൊക്കെ എല്ലാം ഒതുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് കായിക ബലം കൊണ്ടല്ല, ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ആ ഒതുക്കിയെടുത്തത്. ഇപ്പോൾ ഒതുങ്ങാത്ത ടീമുകളാണ് ഇപ്പൊ ആസാം റൈഫിൾസ് വാരി വലിച്ചിട്ട് ഒട്ടിക്കുന്നത്, നാശമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നിരന്തരം ഒരു ദിവസം ഒരുപാട് കലാപങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ സംഘടനകളെല്ലാം വിജയുടെ ഈ പറഞ്ഞ ഒരു ഉൾഫയെന്ന് പിരിഞ്ഞു പോയ കുറെ സംഘടനകളുണ്ടല്ലോ, അവന്മാരെല്ലാം അടിച്ച് റൊട്ടിയാക്കി നശിപ്പിച്ചു, നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് തള്ളി. അപ്പൊ രാജ്യത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് അകത്തുള്ള ഇവന്മാരുടെ മോഡ്യൂളുകളെ വെച്ചുകൊണ്ടാണ് ഇവന്മാര് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഇവന്മാർക്ക് ഒരു അടി കിട്ടിയ ഈ ഒരു സാഹചര്യത്തിൽ ഇവന്മാരുടെ കമാൻഡറൊക്കെ മരിച്ചുപോയി. അപ്പൊ യുവന്മാര് ഇതിനകത്ത് ആ മൊഡ്യൂളുകളെ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് സംഘർഷം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതിനകത്ത് മ്യാൻമറിന് വലിയ പങ്കുണ്ട്, ബംഗ്ലാദേശിന് അതിലും വലിയ പങ്കുണ്ട്. അവന്മാർക്കുള്ള പരിപ്പുടയും ചായ നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അതെങ്ങനെയായിരിക്കും എന്ന് മാത്രമേ എൻ്റെ ഒരു ഊഹമുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പോരാത്തതിന് ഇനിയിപ്പോ ഇവന്മാർക്ക് അവിടെ, എനിക്ക് തോന്നുന്നു ഇവന്മാർക്ക് അവിടെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു 70-80% ക്ലീൻ ആയി കഴിഞ്ഞു. അത് അമിത്ഷാ ഇപ്പോൾ നക്സലുകളെ ക്ലീൻ ആക്കുമെന്ന് പറഞ്ഞു, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ക്ലീൻ ആക്കുമെന്ന് പറഞ്ഞു. 70-80% ക്ലീൻ ആയി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മണിപ്പൂരിലെ ഈ ഗോത്രവർഗ്ഗങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കുടിപ്പക മാത്രമാണ് ഇപ്പോൾ അത് തീരാ നിൽക്കുന്നത്. അല്ല, ഇതിനകത്തൊരു വിഷയമുണ്ട് ധനുഷേ. ഇതിപ്പം കാശ്മീരിൽ എങ്ങനെയാണ് അത് തീർത്തത്? എല്ലാരും പറയും പട്ടാളത്തെ ഇറക്കിയിട്ടാണ്, അതാണ് ഇതാണ്. അതൊരു ഭാഗം മാത്രമേ ഉള്ളൂ. മറുഭാഗം എന്താണ് അവിടെ ചെയ്തത്? വലിയ രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് കൊടുത്തു. പെൺകുട്ടികളൊക്കെ ചാനലുകളുടെ അടുത്ത് പറയാൻ കേട്ടിട്ടില്ലേ, മോദി സാബ് വന്നതാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലായിരുന്നു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 68% പോളിംഗ് നടന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 58% പോളിംഗ് നടന്നത്, ലോക്കൽ ബോഡി ഇലക്ഷൻ 98% പോളിംഗ് കാശ്മീരിലാണ്. അത് ജനത്തിന് ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാനുള്ള അന്തരീക്ഷം പട്ടാളം ഉണ്ടാക്കി. അവർക്ക് ജീവിക്കാനുള്ള വകുപ്പ് നമ്മുടെ കേന്ദ്ര സർക്കാരിലായി. നമ്മുടെ ഈ ലുലുവിനൊക്കെ അവിടെ ഇതുണ്ട്, അവരുടെ ഈ ഫ്രൂട്ട്സും മറ്റുമൊക്കെ ശേഖരിക്കുന്ന വലിയ സംവിധാനങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. താജിന് അവിടെ ഇപ്പോൾ ഹോട്ടലായി. അതായത് വലിയ രീതിയിൽ അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തപ്പോഴത്തേനും ഈ വേലയ്ക്കും കൂലിക്കും പോകാതിരിക്കുമ്പോഴാണല്ലോ 500 രൂപയ്ക്ക് വേണ്ടി കല്ലറിയാൻ നിൽക്കുന്നത്. 2024 കല്ലറിയിൽ പൂർണ്ണം, നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തിരുന്നു, അത് പൂർണ്ണമായി നിന്നു കാശ്മീർ. പണിയില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. വടക്കിഴക്ക് സംസ്ഥാനത്തിന്റെ പ്രശ്നവും അതായിരുന്നു. ആ പ്രശ്നങ്ങൾ ഒരു വലിയ പരിധി വരെ പരിഹരിക്കാൻ കഴിയും. പിന്നെ അവരെ സംബന്ധിച്ച് അവരെപ്പോഴും പറയുന്നത് ഞങ്ങള് ഇന്ത്യയിൽ തന്നെ ആണോ എന്ന് ചോദിച്ചിരുന്ന ഒരാളുകളായിരുന്നു അവിടെ. കാരണം നേരെ റോഡില്ല, നേരെ ചൊവ്വയുള്ള കറണ്ടില്ല, ഒന്നുമില്ല. മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇപ്പോഴത് മാറിക്കൊണ്ട് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഇപ്പൊ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവര് മുഖ്യധാരയിലേക്ക് വന്നപ്പോൾ ഒരുമാതിരിപ്പെട്ടവനൊക്കെ എന്ത് പറ്റി?
ഈ പണിക്കൊന്നും നിൽക്കാതായി. പിന്നെയുള്ള കുറെ പേരുണ്ട്, അവര് പിന്നെ ഇതും കൊണ്ട് ജീവിക്കാൻ നിൽക്കുന്നവരാണ്. അവിടെയാണ് ഈ പ്രശ്നം. പിന്നെ അവിടൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഗോത്രവർഗ്ഗങ്ങളുണ്ട്. നാഗാലാൻഡിലുള്ള നാഗാസ് ഉണ്ട്, ഈ മണിപ്പൂരിൽ മെയ്തി കുക്കി വിഭാഗമുണ്ട്, താനി വിഭാഗമുണ്ട്, അരുണാചൽ പ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ എല്ലായിടത്തും ആളുകളുണ്ട്. ഏതാ അപ്പൊ ഒരു ഗോത്രവുമായിട്ട്, ഈ ഗോത്രവർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ ആദിവാസി ഗോത്രവർഗ്ഗങ്ങളാണ്, അവർക്കിടയിലുള്ള ക്ലാഷസ് ഉണ്ട്. ആ ക്ലാഷസ് ആണ് പിന്നെ വലിയ രീതിയിലേക്ക് മാറുന്നതും വലിയ സംഘർഷത്തിലേക്ക് മാറും. അതിനൊരു 80% വരെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ, അത് കാശ്മീരിൽ എന്താണോ ചെയ്തത് സമാനമായ രീതിയിലാണ് വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ പത്രങ്ങളൊന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ വാർത്ത വരുന്നില്ലല്ലോ, ഒരു മാധ്യമത്തിലും വരുന്നില്ല. മുൻപെന്ന് പറഞ്ഞാൽ 2014 മുമ്പ് എപ്പോ തുറന്നു നോക്കിക്കഴിഞ്ഞാലും നോർത്ത് ഈസ്റ്റ് വാർത്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിക്കിമിൽ കലാപം, മിസോറാമിൽ കലാപം, ആസാമിൽ കലാപം, ബോർഡറിൽ കലാപം, ബോർഡർ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബോർഡറിൽ കലാപം, തീവെപ്പ്, വെടിവെപ്പ് ഒക്കെ ആയിരുന്നു. ഇന്ന് കേൾക്കുന്നില്ല. മണിപ്പൂർ പോലും സൈലന്റ് ആയി പോയിരിക്കുന്നു. അതായത് സത്യം പറഞ്ഞാല് ഇങ്ങനെയുള്ള നഗ്ന സത്യങ്ങൾ നമ്മളെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ പറയണം. ഇല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയാണ് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെന്നും എന്തായിരുന്നു 2014 മുമ്പെന്നും. അതിനകത്ത് ഭീകര സംഘടനകളെല്ലാം 1977 79 തുടങ്ങിയ സംഘടനകളാണ്. അന്ന് ഇവന്മാരും ഇല്ലായിരുന്നു ഭരിച്ചിരുന്നവര്. 1972 അശാസ്ത്രീയമായ രീതിയിൽ അതിർത്തി വിഭജിച്ചതല്ലേ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. 72 മോദി ഇല്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ഈ ഭീകര സംഘടന രൂപീകരിക്കുമ്പോഴും മോദി ഇല്ല. അന്നൊക്കെ വലിയ ശക്തരായ നേതാക്കന്മാരല്ലേ ഭരിച്ചു. എന്നിട്ട് എന്തായി? ഇപ്പോഴാണ് ഇതെല്ലാം അവസാനിക്കുന്നുള്ളതാണ്. ഇന്നലെ ഞാൻ അമിത്ഷായുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ചെയ്തൊരു വാർത്തയിൽ ഒരു ലൈൻ ഇങ്ങനെയായിരുന്നു: 70 വർഷം കൊണ്ട് തീർക്കാൻ കഴിയാത്തതായിരുന്നു ആർട്ടിക്കിൾ 370 പ്രശ്നം. അതായത് കാശ്മീരിന് ഒരു പതാക, ഒരു ഭരണഘടന, കാശ്മീരിന് വേറൊരു പ്രധാനമന്ത്രിയാണ്. കയറിയിട്ട് ഈ ആഭ്യന്തരമന്ത്രിയായ വെറും 70ാമത്തെ പൊക്കം 70 വർഷത്തെ പ്രശ്നം പുള്ളി തീർത്തു. ഇതിപ്പോ 11 വർഷമേ ആകുന്നുള്ളൂ. അപ്പോൾ തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇത്രേ ഒതുങ്ങിയെങ്കിൽ ഇവര് ഒരു 5 കൊല്ലമോ 10 കൊല്ലമോ കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഉള്ളത് പറയുമ്പോൾ നമ്മൾ BJP-കാരനാക്കിയിട്ട് ഒരു കഥയും ഇല്ല. കാരണം ഉള്ളത് കണക്ക് തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്യുന്നത് ഇവർക്ക് മുൻപ് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ, ഇപ്പോഴെന്താണ്, ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. BJP ആണോ അവർ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ളതല്ല, ഇതെന്താണ് വ്യത്യാസം. ഇതിനാണ് ജനം വോട്ട് കൊടുക്കുന്നത്. അതല്ലാതെ അവരുടെ EVM ആണ്, അത് ചോറിയാണ് എന്ന് വെച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു തരം ചൊറി മാത്രമാണെന്നുള്ളതേ ഉള്ളൂ. കിട്ടാതെ വരുമ്പോൾ ചൊറി, അതാണ് ആ ചോരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.